നമസ്കാരം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ഇറങ്ങിയ ഊള ട്രംപെ തന്റെ കണക്കുകൂട്ടലും കിഴിക്കലും ഒക്കെ ഇന്ത്യയോട് ഇങ്ങോട്ടെടുക്കണ്ട. തന്റെ പരിപ്പ് ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലവാരമില്ലാത്ത സംസ്കാരമില്ലാത്ത ട്രംപെ ഇന്ത്യയെ തകർക്കാൻ താൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് എന്തുണ്ടായി? ഒരു ചുക്കും സംഭവിച്ചില്ല എന്നു മാത്രമല്ല, ഇന്ത്യയുടെ രോമത്തിൽ പോലും തനിക്ക് തൊടാനായോ? ഇന്ത്യയെ ഇപ്പോ അങ്ങ് ഒതുക്കിക്കളയാമെന്ന കണക്കുകൂട്ടലല്ലേ താൻ താരിഫ് എന്ന ഉമ്മാക്കിയുമായി എത്തിയത്. ഇന്ന പിടിച്ചോ, ഇന്ത്യക്ക് തകർച്ചയല്ലടോ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം 1-2 7% വളർച്ചയാണ് ഇന്ത്യ നേടുമെന്ന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡ്സ് വ്യക്തമാക്കുന്നു. ഈ വളർച്ച ഇന്ത്യ നേടുമെന്ന റിപ്പോർട്ട് വരുന്നത് എന്തൊക്കെ സമ്മർദ്ദങ്ങൾക്കിടയിലാണെന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ശക്തമായ ആഭ്യന്തര ആവശ്യകതയിലും തന്ത്രപരമായ നയങ്ങളിലും ഊന്നിയാണ് ഈ വളർച്ച ഉണ്ടാകുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 50% ഉയർന്ന താരിഫുകൾ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കില്ലെന്നും മൂഡ്സ് പറയുന്നുണ്ട്. അമേരിക്കൻ തീരുവ ഏർപ്പെടുത്തിയ ഇന്ത്യൻ കയറ്റുമതിക്കാർ തങ്ങളുടെ കയറ്റുമതി മറ്റു വിപണികളിലേക്ക് തിരിച്ചുവിടുന്നതിൽ വിജയിച്ചു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വൈദഗ്ധ്യത്തെയാണ് തുറന്നു കാണിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 11.9% കുറഞ്ഞപ്പോഴും സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 6.75% വർദ്ധിച്ചത് ഈ തന്ത്രപരമായ വിജയത്തിന്റെ തെളിവാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഓഗസ്റ്റിൽ അമേരിക്ക ഇന്ത്യക്കുമേൽ 25% ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു. കൂടാതെ റഷ്യൻ എണ്ണ തുടർച്ചയായി ഇറക്കുമതി ചെയ്തതിന് ഇന്ത്യക്കുമേൽ 25% അധിക ശിക്ഷാലവി കൂടി ചുമത്തി. എന്നാൽ ഈ വെല്ലുവിളികളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നത് ശക്തമായ ഉപഭോഗ ആവശ്യകതയും ഗണ്യമായ അടിസ്ഥാന സൗകര്യവും ചെലവുമാണ്. സർക്കാർ തലത്തിൽ നിക്ഷേപങ്ങളും പദ്ധതികളും വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ നൽകുന്നുണ്ട്. എങ്കിലും സ്വകാര്യ മേഖലയിലെ മൂലധന ചെലവ് ജാഗ്രതയോടെ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വളർച്ചയുടെ എഞ്ചിൻ പ്രധാനമായും പൊതുമേഖലയുടെ കരുത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2025-26 സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക വളർച്ച 6.8% കണക്കാക്കുമ്പോൾ രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രാലയം 6.3% മുതൽ 6.8% വളർച്ചയാണ് പ്രവചിക്കുന്നത്. ഈ പ്രവചനങ്ങളെ മറികടന്ന് മൂഡ്സ് 7% വളർച്ച പ്രവചിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അതിവേഗ മുന്നേറ്റത്തിലുള്ള ആഗോള വിശ്വാസത്തിന്റെ സൂചന കൂടിയാണ്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ജനുവരി മുതൽ മാർച്ച് പാദത്തിൽ സാമ്പത്തിക വളർച്ച 7.4% ഇത് ഏപ്രിൽ മുതൽ ജൂൺ പാദത്തിൽ 7.8% ഉയർന്നു. ഈ സ്ഥിരമായ വളർച്ചാ പാത ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ഉറപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ 2026-ൽ 6.4%, 2027-ൽ 6.5% വളർച്ച കൈവരിക്കുമെന്ന് മൂഡ്സ് വ്യക്തമാക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവേകപൂർണമായ പണനയത്തിലെ അയവ് വരുത്തിയതും പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞതും സാമ്പത്തിക വളർച്ചയെ ശക്തമായി പിന്തുണച്ചു. സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് സെപ്റ്റംബറിൽ 1.44% ഇന്ത്യയുടെ ചില്ലറ പണപ്പെരുപ്പം ഒക്ടോബറിൽ 0.25% എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലുള്ള ഈ വിജയം വളർച്ചയ്ക്ക് ഉതകുന്ന സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്.